നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ ലയൺസ് ക്ലബിന്റെ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടും കായിക മത്സരങ്ങളോടെയും അരങ്ങേറി. കേരള പ്രവാസി സംഘം തിരൂർ ഏരിയ കമ്മിറ്റി വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തിരൂർ ആർട്സ് സൊസൈറ്റി കൈത്താങ് ആദരവും ഓണപ്പുടവ വിതരണവും നടത്തി. തിരൂർ ഓട്ടോ തൊഴിലാളി സൗഹൃദ കൂട്ടായ്മ ഓണം നബിദിനാഘോഷം സംഘടിപ്പിച്ചു. താനൂർ ഫിഷിംഗ് ഹാർബറിൽ ടോൾ ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ UDF മാർച്ച് നടത്തി. ചലച്ചിത്രതാരം മമ്മൂട്ടിയോട് കടുത്ത ആരാധനയാണ് സക്കീർ ഹുസൈന്. കാണാം സക്കീർ ഹുസൈന്റെ വിശേഷങ്ങൾ. വിശദമായ വാർത്തകൾ. തിരൂർ ലയൺസ് ക്ലബിന്റെ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടും കായിക മത്സരങ്ങളോടെയും അരങ്ങേറി. ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ഡെകുമേനോൻ പരിപാടികൾ നിയന്ത്രിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ KPR റഹ്മാൻ ഓണസന്ദേശം നൽകിക്കൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ സ്വാഗതവും ആശംസിച്ചു. ലയൺ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ഡെകുമേനോൻ പരിപാടികൾ നിയന്ത്രിച്ചു. പരിപാടികളുടെ വ്യത്യസ്തത കൊണ്ടും മാവേലിയുടെ സാന്നിധ്യം കൊണ്ടും ചടങ്ങ് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. വൈസ് പ്രസിഡന്റ്മാരായ ഷനവാസ്, ദിലീപ് അമ്പായത്തിൽ, സെക്രട്ടറി ഗഫൂർ മൗലാന, MCC ലയൺ മധുസൂദനൻ, LCF കോർഡിനേറ്റർ ഷാഫി ഹാജി തുടങ്ങിയ മറ്റു പ്രധാന ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സജീവ പങ്കാളിത്തം കൊണ്ടും ആഘോഷം വ്യത്യസ്തമായി. തസ്നി, രാജേന്ദ്രൻ, സുമേഷ്, സുരേഷ് എന്നീ ഗായകർ ചേർന്നൊരുക്കിയ ഗാനമേള കാതുകൾക്ക് ഇമ്പം പകർന്നു. കേരളത്തിന്റെ തനതായ നൃത്തരൂപം അവതരിപ്പിച്ചുകൊണ്ട് ഗീത നന്ദകുമാർ കാണികളെ വിസ്മയിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ലയൺ ദിലീപ് അമ്പായത്തിന്റെ മകൾ ദിൽഷയുടെ നേതൃത്വത്തിൽ മനോഹരമായ ഓണപ്പൂക്കളം ഒരുക്കിയിരുന്നു. തുടർന്ന് മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണത്തോടെ പരിപാടികൾ അവസാനിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. കേരള പ്രവാസി സംഘം തിരൂർ ഏരിയ കമ്മിറ്റി വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രവാസി സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CP റസാഖ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ നാജിറ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രവാസി സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CP റസാഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രീതി KTO ഷിഹാബ് എന്നിവർ സംസാരിച്ചു. സെലീന തിരൂർ സ്വാഗതവും അമ്മിണി കാഞ്ഞിരക്കോൽ നന്ദിയും പറഞ്ഞു. പുതിയ സബ് കമ്മിറ്റി കൺവീനറായി നാജിറ അഷ്റഫിനെയും ജോയിന്റ് കൺവീനറായി സെലീന തിരൂരിനെയും 9 അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. തിരൂർ ആർട്സ് സൊസൈറ്റി കൈത്താങ് ആദരവും ഓണപ്പുടവ വിതരണവും ഓണസദ്യയും ഒരുക്കി. പ്രസിഡന്റ് ബഷീർ പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിമാസ ജനകീയ ആസ്വാദക സദസ്സിന്റെയും കൈത്താങ് ചാരിറ്റി പ്രവർത്തനത്തിന്റെയും ഭാഗമായി കുറ്റിപ്പുറം സ്വദേശി KC കുഞ്ഞിപ്പ കൊണ്ടാരത്തിലിനെ ആദരിച്ചു. നിരവധി പേർക്ക് ഓണപ്പുടവയും നൽകി. വിവിധ ഓണക്കാല മത്സരങ്ങളും പൂർവ്വ ഓണക്കാല അനുഭവങ്ങൾ പങ്കുവച്ച് പഴമക്കാരുടെ സാംസ്കാരിക സദസ്സും കലാപരിപാടികളും ഓണപ്പാട്ടുകൾ കോർത്തിണക്കിയ ഗാനമേളയും ഓണസദ്യയും വർണ്ണാഭമായ പകിട്ടേകി. പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആരംഭിച്ച ചടങ്ങിന് പ്രസിഡന്റ് ബഷീർ പുത്തൻവീട്ടിൽ, സെക്രട്ടറി സൂരജ് ബാസുര, ഖജാൻജി രമേഷ് C, വേണുഗോപാൽ കൊൽക്കത്ത, VV സത്യാനന്ദൻ, ജയരാജ് K, സൈനുദ്ദീൻ EK, അഡ്വക്കേറ്റ് സബീന, ബദറുദ്ദീൻ PT, അശോകൻ വയ്യാട്ട, രമേഷ് ശ്രീധർ, പ്രഭാകരൻ മലയിൽ, മുഹമ്മദ് ഹനീഫ, കുമാരൻ CK, ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട്, ശശി മംഗലം, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. തിരൂർ ഓട്ടോ തൊഴിലാളി സൗഹൃദ കൂട്ടായ്മ ഓണം നബിദിനാഘോഷം സംഘടിപ്പിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷങ്ങളായി തിരൂർ ഓട്ടോ തൊഴിലാളി സൗഹൃദ കൂട്ടായ്മ ഇത്തവണയും ഓണം നബിദിനാഘോഷം സംഘടിപ്പിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു.
മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജാഫർ ഉണ്ണിയാൽ, രഞ്ജിത്ത്, മനോജ് എന്നിവർ സംസാരിച്ചു. അൻവർ സ്വാഗതവും അസീസ് കൈമലശ്ശേരി നന്ദിയും പറഞ്ഞു. അനുബന്ധമായി പായസ വിതരണവും നടത്തി. മുസ്തഫ പുതിയങ്ങാടി, നിസാം കൂട്ടായി, ബാപ്പുട്ടി കാനാത്ത്, ഉബൈദ് ചെമ്പ്ര, ഹാരിസ് കാളാട്, സിദ്ദീഖ് മീനടത്തൂർ, ഷെഹർബാസ് കാവഞ്ചേരി, ഷഫീഖ് കാളാട്, മുബാറക് ഉണ്ണിയാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. നിർമ്മാണം പൂർത്തീകരിക്കാതെ മാലിന്യം നിറഞ്ഞ് ചീഞ്ഞു നാറുന്ന താനൂർ ഫിഷറിംഗ് ഹാർബറിൽ ടോൾ ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ UDF മാർച്ച് നടത്തി. നിരവധി പേർ പങ്കെടുത്തു. താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിഷിംഗ് ഹാർബറിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. UDF താനൂർ നിയോജക മണ്ഡലം ചെയർമാൻ P രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, DCC സെക്രട്ടറി O രാജൻ, നൂഹ് കരിങ്കപ്പാറ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. ചലച്ചിത്രതാരം മമ്മൂട്ടിയോട് കടുത്ത ആരാധനയാണ് സക്കീർ ഹുസൈന്. മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും റിലീസ് ദിവസം തന്നെ കാണും. കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കും. വേഷപ്പകർച്ച അനുകരിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. തിരൂർ പരന്നേക്കാട് സ്വദേശി സക്കീർ ഹുസൈന്റെ വിശേഷങ്ങൾ കാണാം. തിരൂർ പരന്നേക്കാട് സ്വദേശിയായ കിഴക്കുംപാട്ട് സക്കീർ ഹുസൈന് മമ്മൂട്ടിയോടുള്ള ആരാധന ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വയസ്സ് 56-ൽ എത്തി നിൽക്കുമ്പോഴും ഓർമ്മ വെച്ച നാളു തൊട്ടേയുള്ള ആരാധന ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും റിലീസ് ദിവസം തന്നെ കാണും. കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കും. വേഷപ്പകർച്ച അനുകരിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. മരിക്കുമ്പോ പുല്ലും പടയച്ചയും കയറി കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം എന്തെങ്കിലും പുറത്തു വരും. അന്നൊരു പക്ഷെ ഞാനുണ്ടായെന്ന് വരില്ല. നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നറിയാമെങ്കിലും ഞാൻ എഴുതട്ടെ, എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും. നിങ്ങളുടെ ചേച്ചി കുഞ്ഞുനാള് തൊട്ടേയുള്ള ആരാധനയാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവും സക്കീർ ഹുസൈനുണ്ട്. എൻ്റെ പേര് സക്കീർ ഹുസൈൻ, വീട്ടുപേര് കിഴക്കുംപാട്ട്, ഇവിടെ പരന്നേക്കാടനാണ്. പിന്നെ അഭിനയിക്കണം എന്നുള്ളത്, അഭിനയം എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അഭിനയം ഞാൻ ചെറുപ്പം മുതലേ മമ്മൂട്ടിയുടെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ അനുകരിക്കാൻ ആ സമയത്ത് തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പഠിത്തം TICയിൽ 8 വർഷം പഠിച്ചിട്ടുണ്ട്. അവിടെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. നല്ല അഭിനയിക്കാൻ നല്ല കഴിവുള്ള പയ്യനാണെന്ന് അന്ന് അധ്യാപകരൊക്കെ പറയുമായിരുന്നു. പിന്നീട് ഗൾഫ് പോകേണ്ടി വന്നു. ഒരു 16 വർഷം അവിടെ ആയിരുന്നു. തിരിച്ചു വന്ന് ഒരു ഷോപ്പ് ടൂൾസിൻ്റെ ഒരു കട തുടങ്ങി. 8 വർഷമായിട്ട് അവിടെയാണ്. അപ്പോൾ ഇങ്ങനെ അഭിനയിക്കുക അങ്ങനെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഓരോ അഭിനയങ്ങളും ഇതൊക്കെ ഇങ്ങനെ വരുന്നപ്പോൾ എനിക്കും താല്പര്യം കൂടി. അങ്ങനെ മമ്മൂട്ടിൻ്റെ ചില പടത്തിലെ രംഗങ്ങൾ ഞാൻ അനുകരിച്ച് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വിട്ടപ്പോൾ അതിന് നല്ല പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്നും കൂടി അഭിനയിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രൂപത്തിൽ എല്ലാവരും അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്ലബ്ബുണ്ട് നമ്മളെ നാട്ടിലെ യുവൻറ്റസ് എന്ന് പറയും. അതിലുള്ള ഒരു 10-35 പേരുണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഭംഗിയായിട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് അഭിനയിക്കണം എന്നുണ്ട്. ചാൻസ് കിട്ടിയാൽ സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണം എന്നുണ്ട്. അതൊക്കെയാണ് താല്പര്യങ്ങൾ. സൗണ്ട് അനുകരിക്കില്ല. സൗണ്ട് ഞാൻ അതിലെ ഒറിജിനൽ സൗണ്ടാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ അഭിനയിച്ചതിലൊക്കെ സൗണ്ട് അഭിനയിച്ചിട്ടില്ല, ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇനി ശ്രമിക്കണം, ഓരോന്നായിട്ട് ഇങ്ങനെ ശ്രമിക്കണം. അംഗീകാരം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം ഇങ്ങനെ സുഹൃത്തുക്കളുടെയും പിന്നെ പ്രധാന കോണുകളിൽ നിന്നൊക്കെ ഇപ്പോൾ അടുത്തൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ നിറക്കൂട്ടിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു കട്ടിലിൽ കിടന്നിട്ടുള്ള ഒരു രംഗം. അപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് ഗൾഫിലൊക്കെ 30 കൊല്ലം മുമ്പ് നമ്മളെ വിട്ട് ക്ലാസ് പഠിക്കുമ്പോൾ പിരിഞ്ഞു പോയവരൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇത് നീ തന്നെയാണോ, ഞങ്ങൾ സംശയിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അഭിനയം കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട്, കീപ്പ് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ കുറേ പ്രധാന ആളുകളൊക്കെ ഇപ്പം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തകളായിട്ട് ഇത്തരം വീഡിയോകളൊക്കെ പുറത്തു വന്നപ്പോൾ. ദീർഘകാലം പ്രവാസിയായ സക്കീർ ഹുസൈന് 8 വർഷം മുമ്പാണ് തിരൂരിൽ ടൂൾസ് ഷോപ്പ് ആരംഭിച്ചത്. പരന്നേക്കാട് പ്രദേശത്തെ യുവൻസ് ക്ലബ്ബിൽ അംഗം കൂടിയാണ് സക്കീർ ഹുസൈൻ. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.